ഹലോ. കണ്ടില്ലേ നിറയെ മാങ്കോസ്റ്റിൻ്റെ കിടക്കുന്നത്. ഇത്ര നാളോടെ മാങ്ങയായിരുന്നു കേട്ടോ. മാമ്പഴക്കാലം കഴിഞ്ഞപ്പം ദേ മാങ്കോസ്റ്റിൻ കാലം വന്നു. നിറയെ മാങ്കോസ്റ്റിൻ ഉണ്ട് കേട്ടോ. ഇത്തവണ നല്ലോണം മാങ്കോസ്റ്റിൻ ഉണ്ടായിട്ടുണ്ട്. പച്ചയും ദേ കുറേ പഴുത്ത് പഴുത്ത് ചാടുന്നുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ചാടി കിടക്കുന്ന പറക്കുന്ന നമ്മൾ മാമ്പഴം പറക്കുന്ന പോലെ തന്നെ ഇത്തവണ നമുക്ക് ചാടി കിടക്കുന്ന മാങ്കോസ്റ്റിൻ പറക്കാൻ ഒരു അവസരം പറക്കാൻ ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ രാവിലെ തന്നെ ഈ ഒരു മാങ്കോസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇവിടെ ഇങ്ങനെ കുറേ ചാടി കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്കെല്ലാം പറക്കിടാമെന്ന് വിചാരിച്ചു. ഒരു കുറച്ച് കിട്ടിട്ടോ രാവിലെ തന്നെ പറക്കാനായിട്ട്. കണ്ടില്ലേ, ഞാനപ്പോൾ തുമ്പിയോട് പറയായിരുന്നു നമ്മൾ പണ്ട് മാമ്പഴം പറക്കിയില്ല ഒരു സമയത്ത് കഴിഞ്ഞ മാസത്തിൽ. അപ്പോൾ ഇത്തവണ ദേ മാങ്കോസ്റ്റിനാണ് പറക്കാനായിട്ട് നമുക്ക് ഒരവസരം കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ദേ കുറച്ചധികം മാങ്കോസ്റ്റിൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാങ്കോസ്റ്റിൻ മാത്രമാണ് വീട്ടിലുള്ളൂ, പക്ഷേ നിറയെ ഉണ്ടാവാറുണ്ട്. ഒരു സീസണൽ ഫ്രൂട്ടാണല്ലോ അത്, എപ്പോഴും ഉണ്ടാവില്ല അല്ലേ. കിട്ടുമ്പോൾ നിറയെ കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇത് പൂത്തില്ലാന്ന് തോന്നുന്നു. ഈ വർഷം ഒന്നരാടം വർഷമാണ് പൂക്കുന്നത്. ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, പകരമായിട്ട് ഇത്തവണ കുറേ ഉണ്ട്. കണ്ടോ, നമുക്ക് ഇന്ന് രാവിലെ മാത്രം കിട്ടിയത് ഇത്രയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി നമുക്കുള്ള കുറേ അധികം പറിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നമുക്ക് കയ്യിലുണ്ട്. നമ്മൾ രാവിലെ തന്നെ കുറച്ച് മാങ്കോസിനൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇത്രയാണ് നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയത് കേട്ടോ. ഇങ്ങനെ പൊളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ടില്ലേ നല്ല സ്വാദിഷ്ടമായ നല്ല മധുരമാണ്. ഇത് കാണാൻ കഴിക്കാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ല മധുരമാണ് കേട്ടോ അതിന്. മാങ്കോസ്റ്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്, ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഈ ഫ്രൂട്ട്, അത് ഉറപ്പാണ്. ഇതിന് ഈ അകത്തുള്ള ചിലതിന് അല്ലികൾ ചില അല്ലികൾക്ക് കുരുവില്ല, ചിലതിന് കുരു ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം കഴിച്ചത് കുരു ഇല്ലാത്ത ജസ്റ്റും കഴിച്ച് കടിച്ച് തിന്നാൻ പറ്റും. ചിലതിന് കുരുവുണ്ട്, അത് വലിപ്പമുള്ളത് കണ്ടോ, ഇത് വലിപ്പമുള്ളതാണ്, ഇതിന് കുരു ഉണ്ടാകത്ത്. അപ്പോൾ നമ്മൾ കടിച്ചിട്ട് പിന്നെ ആ കുരു തുപ്പിക്കളയാം. അങ്ങനെ രണ്ട് ടൈപ്പും ഉണ്ടാവാറുണ്ട് അകത്ത്. എന്തായാലും നല്ല മധുരം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ നല്ല മധുരമാണ് ഇതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് മാങ്കോസ്റ്റിൻ. അത്യാവശ്യം എനിക്കൊന്ന് കടയിലൊക്കെയാണ് നല്ല റേറ്റും ഉണ്ടായിരിക്കും. ലുലുവൊക്കെ കാണാറുണ്ട് ഇത്. പക്ഷേ